ശക്തമായ കാറ്റിനെ തുടർന്ന് റൺവേയിൽ ലാൻഡ് ചെയ്യാനാവാതെ ആടിയുലഞ്ഞ വിമാനം വീണ്ടും പറന്നുയർന്നു. ഇസ്താംബുൾ ലേസ് സബിഹ ഗോക്കൻ വിമാനത്താവളത്തിൽ നിന്നുള്ള വീഡിയോയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പെഗസസ് എയർലൈൻസിന്റെ എയർബസ് A320 നിയോ വിമാനമാണ് ശക്തമായ കാറ്റിൽ ലാൻഡ് ചെയ്യാനാവാതെ വലഞ്ഞത്. തുടർന്ന് പൈലറ്റിന്റെ സാഹസികമായ ഇടപെടലിൽ യാത്രക്കാരെ രക്ഷിക്കുകയായിരുന്നു. തുർക്കിയുടെ ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഇസ്താംബൂളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കഠിനമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. കനത്ത മഴയും ശക്തമായ കാറ്റും ദൈനംദിന ജീവിതത്തെയും വ്യോമഗതാഗതത്തെയും സാരമായി തന്നെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. കൊടുങ്കാറ്റ് മേഖലയിൽ നാശം വിതച്ചതിനാൽ നിരവധി വിമാനങ്ങൾ കാലതാമസം നേരിട്ടു. ഇസ്താംബൂളിലെ വിമാനത്താവളത്തിൽ വിമാനം റൺവേയിലേക്ക് അടുക്കുമ്പോൾ ശക്തമായ കാറ്റിന്റെ ആഘാതത്തിൽ വിമാനം ആടിയുലയുകയായിരുന്നു. ഇത് ലാൻഡിംഗ് സുരക്ഷിതമല്ലാതാക്കി മാറ്റി. ആ നിർണായക ഘട്ടത്തിൽ അപകടകരമായ ലാൻഡിംഗ് ഒഴിവാക്കി പൈലറ്റ് സമയോചിതമായി പ്രവർത്തിക്കുകയായിരുന്നു. അതേസമയം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഇന്ന് ഷെഡ്യൂൾ ചെയ്തിരുന്ന 46 വിമാനങ്ങളാണ് റദ്ദാക്കിയതെന്ന് എഗസസ് എയർലൈൻസ് അറിയിച്ചിട്ടുണ്ട്. ഇത് നഗരത്തിലെ വിമാനത്താവളങ്ങളിലുടനീളം വ്യാപകമായ വ്യോമയാന തടസ്സങ്ങൾക്ക് കാരണമായി. കഴിഞ്ഞ ദിവസം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ജനുവരി 12-ന് ഇസ്താംബൂൾ വിമാനത്താവളത്തിൽ നിന്ന് 54 വിമാനങ്ങൾ റദ്ദാക്കുമെന്ന് തുർക്കി എയർലൈൻസ് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു. വിമാന കമ്പനിയുടെ വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും വിമാന വിവരങ്ങൾ പരിശോധിക്കാൻ വിമാന കമ്പനി യാത്രക്കാരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. റദ്ദാക്കിയ 46 വിമാനങ്ങളുടെയും വിശദാംശങ്ങൾ കമ്പനി പ്രഖ്യാപനത്തിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ നിർദ്ദിഷ്ട റൂട്ട് വിവരങ്ങൾ പ്രസ്താവനയിൽ വെളിപ്പെടുത്തിയിട്ടില്ല. സാധാരണ വ്യോമയാന പ്രവർത്തനങ്ങൾക്ക് സുരക്ഷിതമല്ലാത്ത സാഹചര്യമാണെന്ന് കാലാവസ്ഥാ അധികൃതർ വിശേഷിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇസ്താംബൂളിൽ ഉണ്ടാകുന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് സർവീസുകൾ റദ്ദാക്കിയത്. ഇസ്താംബൂളിൽ മാത്രമല്ല, മർമര, ഈജിയൻ മേഖലകളിൽ കാലാവസ്ഥ മോശമായി തുടരുകയാണ്. വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ചനക്കരയിൽ ശക്തമായ കാറ്റ് കാരണം ഡാർഡാനെല്ലസിലൂടെയുള്ള കപ്പൽ ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചു. നിരവധി ഫെറി സർവീസുകളും റദ്ദാക്കിയിരുന്നു. അയൽ പ്രവിശ്യയായ എൻഡിർനൽ കനത്ത മഴ വെള്ളപ്പൊക്കത്തിന് കാരണമായി. പടിഞ്ഞാറൻ നഗരമായ ഇസ്മിറിലെ മത്സ്യത്തൊഴിലാളികൾ കടൽക്ഷോഭം കാരണം തുറമുഖത്ത് തന്നെ തുടർന്നു. സ്ഥിതിഗതികൾ മെച്ചപ്പെടുന്നതുവരെ കാത്തിരുന്നു. കരിങ്കടൽ തീരത്തും കൊടുങ്കാറ്റെത്തി. സാംസണിൽ മരങ്ങൾ കടപുഴകി വീഴുകയും റോഡ് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.